ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ എന്താണെന്ന് വെച്ചാൽ പെർഫ്യൂംസിനെ പറ്റിയിട്ടാണ്. പെർഫ്യൂമിൻ്റെ ബ്രാൻഡിനെ പറ്റിയിട്ടല്ല, മറിച്ച് പെർഫ്യൂം എങ്ങനെയാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എല്ലാവരും ഓരോ രീതിയിലാണ് പെർഫ്യൂം സ്പ്രേ ചെയ്യാറുള്ളത്. ചിലവർ ഡയറക്റ്റ്ലി ബോഡിയിലോട്ട് അടിക്കും, ചിലർ ഡ്രസ്സിന്മേലടിക്കും. ചില ആൾക്കാർ ഇങ്ങനെ പെർഫ്യൂമിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് പിന്നെ കംപ്ലീറ്റ്ലി ഇങ്ങനെ വീശും, ഫുൾ സൈഡിൽ ബോഡി ഫുൾ ഇങ്ങനെ കുളിക്കും പെർഫ്യൂമിൽ. എന്നാൽ കൂടുതൽ ആൾക്കാർ, മെജോറിറ്റി ഓഫ് ആൾക്കാർ എന്താ പറയുന്നത് വെച്ചാൽ, പെർഫ്യൂം എടുത്തിട്ട് നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക, എന്നിട്ടൊന്ന് പതുക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി എന്ന് പറയും. ചില ആൾക്കാർ പറയും കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി എന്ന് പറയും. ഈ രണ്ട് ഭാഗത്തായിട്ട് ഒരു ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് വിടാൻ പറയും. ചില ആൾക്കാർ എന്താ പറയുന്നത് അറിയോ, പെർഫ്യൂം ഇങ്ങനെ എയറിലേക്ക് ഒരടി അടിക്കുക, എന്നിട്ട് അതിലേക്കൊന്ന് നടക്കുക. ആ ഒരു പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് കംപ്ലീറ്റ്ലി നമ്മൾ നടന്നു പോകുന്നിടത്തും നമ്മുടെ ദേഹം ആകെ ആ ഫ്രാഗ്രൻസ് കിട്ടുമെന്നാണ് പറയുക. ഇതിലേത് രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഞാൻ ആക്ച്വലി കയ്യിൽ രണ്ടിടത്തും നമ്മുടെ ഈ റിസ്റ്റിൻ്റെ ഇവിടെയായിട്ട് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാറാ പതിവ്. ഇല്ലെങ്കിൽ കഴുത്തിൻ്റെ ഈ ഭാഗത്തടിക്കും. ഡയറക്റ്റ്ലി ഞാൻ ഒരിക്കലും ഡ്രസ്സിലോട്ട് ഇങ്ങനെ പെർഫ്യൂം അടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി ഏതാണ്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതിയെന്ന് പറഞ്ഞ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒത്തിരി സന്തോഷങ്ങൾ നേരുന്നു. സീ യു ഓൾ സൂൺ. ടേക്ക് കെയർ. ബൈ.